പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 28-ാം ദിവസത്തിലേക്ക് നാം പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഈ കുർബാനയുടെ പ്രാർത്ഥനകളൊക്കെ കുറെ കൂടി ആഴത്തിൽ പഠിച്ച് അതിൻ്റെ ദൈവശാസ്ത്രപരമായ സൂചനകളും ബൈബിൾ വിജ്ഞാനീയപരമായ അർത്ഥങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആഴത്തിൽ നിങ്ങൾക്ക് ഒരു ബോധ്യം തരുവാനാണ് ഞാൻ ഈ ധ്യാനം ആരംഭിച്ചത്. പക്ഷേ അവിചാരിതമായിട്ട് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, എൻ്റെ ഇടവക ജീവിതത്തിൽ എനിക്ക് ഉൾക്കൊള്ളാനാവാത്ത തരത്തിലുള്ള ഭാരം വന്നതുകൊണ്ട് അങ്ങനെയുള്ള പഠനങ്ങളിലേക്ക് പോകുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു പക്ഷേ അതുകൊണ്ട് നിങ്ങളിൽ ചിലർക്ക് ഇത് അത്ര ആഴത്തിൽ ഒരു ബോധ്യമായിട്ട് മാറിയില്ല എങ്കിലും നിങ്ങൾ അതിനെ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. പക്ഷേ എല്ലാ ദിവസവും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരു നിമിഷമെങ്കിലും ഞാൻ കുർബാനയിൽ ഓർക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എങ്കിലും നമുക്ക് പരിചിതമായ കാര്യമാണെങ്കിലും എന്തെങ്കിലും ഒരു ബോധ്യം ഓരോ ദിവസവും നിങ്ങളുടെ ഉള്ളിൽ കിട്ടുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ഞാൻ ഈ ധ്യാനം തുടരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ പറഞ്ഞത് കുർബാന ആരംഭിക്കുമ്പോൾ ആദ്യം ഈശോയുടെ മനുഷ്യാവതാര രഹസ്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത് എന്നാണ്. ആ മനുഷ്യാവതാര രഹസ്യത്തിലൂടെ ഈശോ ഈ ഭൂമിയിൽ ജനിച്ച ആ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും കൃപയ്ക്ക് മേൽ കൃപ തന്നത് നമ്മൾ ഓർമ്മിക്കണം. മാലാഖമാരുടെ മനസ്സ് നമുക്കുണ്ടാകണം. ഇത് ആവർത്തിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന തന്നെ ചില പള്ളികളിൽ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആവർത്തിക്കുമ്പോൾ ഒരു സമയനഷ്ടം ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം പൗരസ്ത്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു കണ്ടംപ്ലേറ്റീവ് നേച്ചർ, ഇംഗ്ലീഷ് വാക്കാണ്, എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ധ്യാനാത്മക മനസ്സുണ്ട്. അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് പരിശുദ്ധൻ 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 എന്ന് പറയുമ്പോൾ ഒരു അനുഗ്രഹം കിട്ടും. ഈ 3 പ്രാവശ്യം അത്യുന്നതങ്ങളിൽ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത്, ആ ആവർത്തിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു അനുഗ്രഹം കിട്ടും. സമയനഷ്ടം ഉണ്ടാകുമെന്ന് അറിയാതെ നമ്മുടെ മനസ്സ് വിചാരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. കാരണം നമ്മുടെ ആകുലതകളും പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വേദനകളും അനാരോഗ്യവും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ കുർബാനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ നമ്മൾ സമയം മുൻപോട്ട് ഇനിയുമുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി പങ്കെടുത്താൽ നമുക്ക് സത്യത്തിൽ ഇവിടെ വെച്ച് ആകുലതകൾ അകലുകയാണ്, പഠിക്കുവാനുള്ള കൃപ കിട്ടുകയാണ്. ഒരിക്കലും സമയനഷ്ടം ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്ന് നമ്മൾ ചൊല്ലുന്നുണ്ട്. അതായത് മനുഷ്യാവതാരത്തിലൂടെ ഈ ഭൂമിയിൽ സംജാതമായ സമാധാനവും പ്രത്യാശയും അത് നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കണം. എന്തുകൊണ്ടാണ്? ഈശോ ഭൂമിയിൽ അവതരിച്ചപ്പോൾ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്നാണ് ആദ്യത്തെ സന്ദേശം നമ്മൾ കേട്ടത്. അപ്പോൾ എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ ഭൂമിയിൽ അത്യുന്നതങ്ങളിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. പലപ്പോഴും അതിനെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കാറുള്ളത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. പക്ഷേ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നാണ് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൃപ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ മാത്രമേ യഥാർത്ഥ സമാധാനം കിട്ടുകയുള്ളൂ. എത്ര സന്മനസ്സുണ്ടെങ്കിലും, വീരപ്പന് നല്ല മനസ്സുണ്ട്, ആരെയും അങ്ങനെ വെറുതെ ഒന്നും ഉപദ്രവിക്കാറൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് അവിടെ യഥാർത്ഥ സമാധാനമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ കൃപ, പ്രിയപ്പെട്ടവരെ, ഈ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിൽ നിറയുകയാണ്. ഇനി അതിന് നാം പറയുന്ന മറുപടി എന്താണ്? ആമേൻ എന്നാണ്. ഇത് കുർബാനയിൽ പലവട്ടം ആവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ കുർബാനയിൽ 80ഓളം പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. അതൊരു ഹീബ്രു പദമാണ്. ലെറ്റ് ഇറ്റ് ബി സോ, അപ്രകാരം സംഭവിക്കട്ടെ എന്നാണ്. അതായത് കാർമികൻ ചൊല്ലുന്ന പ്രാർത്ഥനയെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. 106-ാം സങ്കീർത്തനത്തിൻ്റെ 48-ാമത്തെ വാക്യം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ, ജനം മുഴുവനും ആമേൻ എന്ന് പറയട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ. ജനം മുഴുവൻ ആമേൻ എന്ന് പറയട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിന് വെറും ഒരു യെസ് എന്നുള്ള അർത്ഥം മാത്രമല്ല. വേദപുസ്തകത്തിൽ വെളിപാട് ഗ്രന്ഥത്തിൽ തന്നെ 9 പ്രാവശ്യം ആമേൻ എന്ന വാക്ക് വരുന്നുണ്ട്. ഇത് വെറും ഒരു ഒരർത്ഥം മാത്രമല്ല ഇതിനുള്ളത്. ഇതിന് ഒരു യേസ് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോഴും അതിനൊരു മിസ്റ്റിക്കൽ അർത്ഥം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം.
അതിന് ഒരു പ്രിയപ്പെട്ട സഹോദര വൈദികനിൽ നിന്നും കിട്ടിയ ബോധ്യമാണ്, ആദിയും അന്ത്യവും നമ്മൾ കേട്ടിട്ടുണ്ട്, ആൽഫയും ഒമേഗയും. ഗ്രീക്ക് വാക്കിലെ ആദ്യത്തെ വാക്കാണ് ആൽഫ, അവസാനത്തെ വാക്കാണ് ഒമേഗ. വെളിപാട് ഗ്രന്ഥത്തിൽ അത് രണ്ടും കൊടുക്കുന്നുണ്ട്. അത് സംസ്കൃതത്തിൽ നമ്മൾ ഓം എന്ന് കേട്ടിട്ടുണ്ട്. ഹൈന്ദവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. ആദ്യത്തെ വാക്ക് ആയും അവസാനത്തെ വാക്ക് ഉമ്മും. അങ്ങനെയാണ് ഈ ഓം എന്ന വാക്ക് വന്നത്. അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? ദൈവം പറയും, ഞാനാണ് ആൽഫയും ഒമേഗയും. വെളിപാടിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് നമ്മൾ ആമേൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആമേൻ പറയുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വെറുതെ ഒരു സപ്പോർട്ട് കൊടുക്കുക മാത്രമല്ല, ക്രിസ്തു ആമേൻ ആണ് എന്ന് നാം പറയുകയാണ്. ത്രിത്വം ആമേൻ ആണ് എന്ന് നാം പറയുകയാണ്. ആമേൻ ഐക്യത്തിൻ്റെ രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ, ഈ ആദിയും അന്ത്യവുമായ ദൈവത്തെ നാം അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഐക്യം കടന്നു വരികയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ബൈബിൾ അവസാനിക്കുന്നതും വെളിപാട് ഗ്രന്ഥം അവസാനിക്കുന്നതും ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഓർമ്മിക്കണം. ആമേൻ എന്ന വാക്കിന് അത്രമാത്രം അർത്ഥമുണ്ട്. നമ്മൾ പലപ്പോഴും പൂർണ്ണമായും ഈ ആമേൻ എന്ന് പറയുമ്പോൾ ദൈവത്തോടൊന്നാകുന്ന ഒരു അനുഭവം കൂടി നമുക്കുണ്ടാകണം. ശരീരത്തിൻ്റെ മുഴുവൻ എൻ്റെ അവസ്ഥകളെയും അത് സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഒരു ദൈവശക്തി വന്ന് നിറയുകയാണ് ചെയ്യുന്നത്. കുർബാനയിൽ നമ്മൾ കാണാത്ത ദൈവികത ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, ഭയഭക്തികളോടെ മാലാഹമാർ നിൽക്കുകയാണ്. അപ്പോൾ ആദിയും അന്ത്യവുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ ഇതാ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അനേകം പേർക്ക് ഈ മിസ്റ്റിക്കൽ അനുഭവം കിട്ടിയ എത്രയോ പേര് ഈ കുർബാനയുടെ സമയത്ത് നമുക്കത് വിശദീകരിക്കാൻ പോലും കഴിയുകയില്ല. നിങ്ങളത് എല്ലാവരും വിശ്വസിക്കുകയില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് 2-3 പേരെയെങ്കിലും അറിയാം. ഈ ഹോളി വീക്കിലൊക്കെ മുഴുവൻ സമയവും മിസ്റ്റിക്കൽ അനുഭവങ്ങൾ, കുർബാനയുടെ സമയത്ത് ശരീരത്തിൻ്റെ ഈ ജോയിൻസ് ഒക്കെ വിട്ടുപോകുന്നത് പോലെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. കാരണം എന്താണ്? അത് രക്ഷയുടെ വിശുദ്ധ മണിക്കൂറാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആമേൻ എന്ന് പറയുമ്പോൾ വൈദികന്റെ ചൊല്ലിയ പ്രാർത്ഥനയെ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, ആൽഫയും ഒമേഗയുമായവൻ, ആദിയും അന്ത്യവുമായവൻ എന്താണ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ബോധപൂർവം ഇത് പറയുമ്പോൾ നമ്മൾ യേസ് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ദൈവശക്തി വന്ന് നിറയുകയാണ്. അതുകൊണ്ടാണ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, നിങ്ങൾ ഉച്ചരിച്ച ആമേൻ നിങ്ങളുടെ അംഗീകാരവും ഒപ്പവകാശവും സമ്മാനവുമാണ്, ഒപ്പുവെക്കലും സമ്മാനവുമാണ്. നിങ്ങൾ ഉച്ചരിച്ച ആമേൻ നിങ്ങളുടെ അംഗീകാരവും ഒപ്പുവെക്കലും സമ്മതവുമാണ്. അപ്പോൾ നിത്യനായ ദൈവത്തിൻ്റെ ശാശ്വതമായ സ്വഭാവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്യവിചാരങ്ങൾക്കോ ജീവദായകമായ വിചാരങ്ങൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ജീവദായകമായ ഈ ശരീരരക്തങ്ങൾക്ക് അല്ലെങ്കിൽ ആ രഹസ്യങ്ങൾക്ക്. അതുകൊണ്ടാണ് അവസാനം ഇപ്പോഴും എന്നേക്കും എന്ന് കൂട്ടിച്ചേർക്കുന്നത്. നിത്യനായ ദൈവത്തിൻ്റെ ശാശ്വത സ്വഭാവത്തെ കാണിക്കുകയാണ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഈ ഒരു വാക്ക് ധ്യാനിച്ച് നമ്മൾ കുർബാന അർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ, ദൈവമേ, ഞങ്ങൾക്ക് ആ രഹസ്യം, മറയപ്പെടലിൻ്റെ മഹാരഹസ്യമായ അവിടുത്തെ ആ ദൈവികത ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് ഹൃദയം കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നത്തെ ഈ വചന ശുശ്രൂഷ അല്പം ബ്രീഫാക്കി ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്, സ്വർഗസ്ഥനായ പിതാവേ എന്ന ഭാഗം നാളെ നമ്മൾ പഠിക്കുവാൻ ഒരുക്കമായിട്ട് ഈ കുർബാനയുടെ ആദ്യത്തെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് പ്രത്യാശയും സമാധാനവും നിറയ്ക്കാനും, ഒപ്പം ബോധപൂർവം ആമേൻ, അച്ഛൻ ചൊല്ലുന്ന, വൈദികൻ ചൊല്ലുന്ന, കാർമ്മികൻ ചൊല്ലുന്ന പ്രാർത്ഥനകൾക്ക് നമ്മൾ സമ്മതം നൽകുന്നതോടൊപ്പം തന്നെ ആമേൻ ക്രിസ്തുവാണ്, ആമേൻ പിതാവാണ്, ആമേൻ പരിശുദ്ധാത്മാവാണ്, ആമേൻ ത്രിത്വമാണ്. അപ്പോൾ ആ ദൈവികത, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുന്നുവെന്നുള്ള ഒരു മിസ്റ്റിക്കൽ അനുഭവം കൂടി ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു രഹസ്യമാണ്. അത് ഒരുപക്ഷെ അനേകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കാണുകയില്ല. നിങ്ങൾ ഏസ് എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ കുറെ കൂടി ബോധ്യം കിട്ടിയവർ ഓർമ്മിക്കുക, ഞാൻ ആമേൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ
ആ വാക്കും അവസാനത്തെ വാക്കും ചേർത്ത് ആമേൻ പറയുമ്പോൾ ആൽഫയും ഒമേഗയുമായ ദൈവം തന്നെ എന്നിൽ വന്ന് നിറയുകയാണ് എന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. കർത്താവേ, ഇന്ന് ഈ കുർബാന അനുഭവധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ ദിനം, ഈ ഞായറാഴ്ച ദിനം കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് കർത്താവേ, വലിയ നോമ്പിൻ്റെ അവസാന നാടുകളിലേക്ക് പ്രവേശിക്കുന്ന ഈ നാടുകളിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ തിരിച്ചോറ് കൊണ്ട് എല്ലാ മക്കളെയും മുദ്ര ചെയ്യുന്നു. അവിടുന്ന് ഇവരുടെ ഈ മക്കളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് പങ്കുവെക്കാനാവാത്ത വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെല്ലാം ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പാവനാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.